അപ്പർ വേടന് തിരിച്ചടി. താരത്തിന്റെ പക്കൽ നിന്ന് വനം വകുപ്പ് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയെന്ന് കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. കേസിൽ വനം വകുപ്പ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. മാലയിലുള്ള പുലിപ്പല്ല് വിദേശത്ത് നിന്നും എത്തിച്ചതാണെന്നാണ് വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ചെലവ് ചുരുക്കി ഭരണത്തിന് തുടക്കമിടാനൊരുങ്ങി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ വൻതോതിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ വേണ്ടെന്ന നിർദ്ദേശമാണ് പൊതുഭരണ വകുപ്പിന് നൽകിയിരിക്കുന്നത്. ആവശ്യമായ ചെറിയ ഒറ്റകുറ്റപ്പണികൾ മാത്രം നടത്തിയാൽ മതിയെന്നും അനാവശ്യം ഓടിപിടിപ്പിക്കൽ ഒഴിവാക്കണമെന്നുമാണ് നിർദ്ദേശം. മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളും അധിക ചെലവിൽ നവീകരിക്കേണ്ടതില്ലെന്നും സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷക്കാലം ഏറെ വിവാദങ്ങളിൽ ഉയർന്നുകേട്ട പേരാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസ്. LDF സർക്കാരിന്റെ ഭരണകാലത്ത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ ക്ലിഫ് ഹൌസിലെ നീന്തൽക്കുളത്തിന്റെ അടക്കമുള്ള മോടി പിടിപ്പിക്കൽ ഏറെ വിവാദത്തിന് കാരണമായിട്ടുണ്ട്. KSRTC ബസ്സുകളിലെ പ്രതിഷേധത്തെ വിമർശിച്ച അഖിൽ മാരാർ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആവശ്യപ്പെട്ട KSRTC ബസ്സുകളിൽ ഇന്നലെ നടന്ന പ്രതിഷേധ പരിപാടികളെ വിമർശിച്ച് ബിഗ് ബോസ് മുൻ വിജയിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDA സ്ഥാനാർത്ഥിയുമായ അഖിൽ മാരാർ. UDFന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന വാഗ്ദാനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയാണ് പലയിടങ്ങളിലായി KSRTC ബസ്സുകളിൽ പ്രതിഷേധം നടത്തിയത്. സംഘടനാ പ്രവർത്തകർ ബസ്സുകളിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുകയായിരുന്നു. ഇതിനെ വിമർശിച്ചാണ് അഖിൽ മാരാർ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുലിനൊപ്പം PK ഫിറോസ് പങ്കുവച്ച ഫോട്ടോയ്ക്ക് രൂക്ഷ വിമർശനം. വഞ്ചിയൂർ കോടതിയിലെ രാഷ്ട്രീയ കേസിൽ ഹാജരാകാൻ എത്തിയപ്പോൾ എടുത്ത ചിത്രമാണ് ഫിറോസ് പങ്കുവച്ചത്. ബലാത്സംഗ കേസിൽ പ്രതിയായി കോൺഗ്രസ് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടെ നിർത്തി വെളുപ്പിച്ചെടുക്കുകയാണ് എന്നടക്കമുള്ള കമന്റുകൾ പോസ്റ്റിന് താഴെ കാണാം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ മറ്റന്നാൾ യെല്ലോ അലർട്ടായിരിക്കും.